ഡിയർ വ്യൂവേഴ്സ്, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവിയൽ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? എല്ലാവരും അവിയൽ ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി അവിയലിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കി ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങളുണ്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചേനയുടെ പീസ് വെള്ളം വറ്റി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചേനയും കഷ്ണങ്ങളും എല്ലാം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചൂടായിട്ടുണ്ട്, കുക്കർ ചൂടായിട്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ, അപ്പം വേകാൻ പ്രയാസമുള്ള കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ചേന ഇട്ട് കൊടുക്കുകയാണ് ആദ്യം. ചേന കൂട്ടാം അതിന് ഇട്ട് കൊടുക്കാം. ഇവിടെ പയറും കൂടെ പൊടി വന്നിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ്, തീ കുറച്ച് വെക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചേനയും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് അത് കഴിയുമ്പോൾ പടവലങ്ങ ചേർത്ത് കൊടുക്കണം. പടവലങ്ങയും വെള്ളരിക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ചിടുക കേട്ടോ. കുറച്ചിട്ട് വേണം ഇത് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം കഷ്ണങ്ങൾ കൂടെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പൊടികളുണ്ട്, അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ആദ്യം മഞ്ഞൾപ്പൊടിയാണ്. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇതിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക, കാരണം ഇതിനകത്ത് ഞാൻ പച്ചമുളകും കൂടെ ചേർക്കുന്നതാണ്. ഇവിടെ എരിവിനനുസരിച്ച് എത്ര വേണോ അതനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇത് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കറിനെ അടപ്പടച്ച് നമുക്ക് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പം ഇതിനകത്ത് ഞാൻ 2 വിസിൽ വരെ ഞാനിത് ജസ്റ്റ് കുക്കറിൻ്റെ അടപ്പടച്ച് വെച്ച് വേവിച്ചെടുത്തതാണ്. അപ്പം ഇതിനകത്ത് ചേനയൊക്കെ ഇപ്പം വെന്തിട്ടുണ്ട്. ഒത്തിരി നമ്മൾ വിസിലെടുത്താൽ ഇത് വല്ലാതെയാണ് വെന്ത് പോകും. അങ്ങനെ ആദ്യത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുക. ചേനയാണെങ്കിലും വെന്തിട്ടുണ്ട് ഇതിനകത്തിപ്പം. ഈ വെള്ളം ഒന്ന് കുറച്ച് വറ്റുന്നത് വരെ ഒന്നുകൂടി ഒന്ന് ഫ്ലെയിം കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ സമയത്ത് ഇതിനകത്ത് വെള്ളം കൂടുതലുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് കുറച്ച് വെച്ച് മാറ്റിക്കുക. ഇപ്പോൾ ഇതുവരെയും ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. കഷ്ണം വെന്തതിന് ശേഷം ഹാഫ് കുക്ക്ഡ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഉപ്പിടുന്നത്. ഇവിടെ ഞാൻ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല. ഇച്ചിരി ഒന്ന് ആയിട്ട് ഞാൻ ഉപ്പിടുന്നത്. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ ഏകദേശം നന്നായിട്ട് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്.
ചെറിയ കഷ്ണം ചേമ്പിൻ്റെ ഞാൻ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ചേർത്ത് കൊടുക്കും. ഇനി ഇതെല്ലാം പച്ചക്കായ ഉണ്ടെങ്കിൽ, ഏത്തക്കായുടെ പച്ചക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേമ്പ ചേർത്ത് കൊടുക്കണം. ഓക്കെ. പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം കഷ്ണമൊക്കെ ഹാഫ് കുക്കായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ, ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പം പുളി ചേർക്കുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് നമ്മളിവിടെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. കഷ്ണത്തിലൊക്കെ ഉപ്പ് പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്തെ ബാക്കി വെള്ളവും കൂടെ ഇനിയിപ്പോൾ ഇതിനകത്ത് ഇടും. ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പം അപ്പം ചേർത്ത് കൊടുത്തു. ഇനി ചേമ്പും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് ചേമ്പും കൂടെ ഒന്ന് ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അതിന് ശേഷമാണ് ഇതിലേക്ക് ആവശ്യമുള്ള പുളി ചേർക്കുന്നത്. പുളി രണ്ട് രീതിയിൽ എല്ലാവരും ചേർക്കാറുണ്ട്. ഒന്ന് തൈര് ചേർക്കും, ഇവിടെ കൂടുതലും അങ്ങനെയായിരുന്നു. പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ച് ചേർക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ചേർക്കുന്നവർ അങ്ങനെ ചേർക്കാം. പക്ഷേ ഇപ്പം ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ടാണ്. അതാണ് ഈ റെസിപ്പിയിലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് കാണുക. അപ്പം ഈ ചേമ്പ് കൂടി ഒന്ന് വേകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയുടെ അരപ്പാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ വളരെ കുറച്ച് 3 പേർക്കുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ടേ ഉണ്ടാക്കും. അത് ഒരു നേരത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇതൊരു ഹാഫ് തേങ്ങയാണ്, ചെറിയൊരു ഹാഫ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ജീരകവും ഒരു പച്ചമുളകും കൂടെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണിത്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക. ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മുളക് പൊടി നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കും. ഇനി എരിവിനനുസരിച്ചിട്ട് ഒരു പച്ചമുളക് എന്തായാലും തേങ്ങ ചതയ്ക്കുമ്പോൾ ചതയ്ക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർക്കുമ്പോൾ ചേർക്കാൻ. അപ്പം ഇവിടെ അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എരിവ് നോക്കിയിട്ട് വേണം. ഒരു പച്ചമുളക് നമ്മൾ ചേർക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ. ഇത് ഞാൻ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ച് വെച്ചേക്കുന്നതാണ്. ജീരകവും പച്ചമുളകും കൂടി ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ജീരകം ചേർക്കുമ്പോൾ പ്രത്യേകം ചെയ്യുക. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർ ഓർക്കുക, സാധാ ജീരകമാണ് ഈ ജീരകം. ഇത് ഇത്രയും മതി, നമുക്ക് ഇത്രയും ജീരകം മതി. പെരുംജീരകം ആദ്യം ചേർത്ത് വെക്കരുത്. ഇത് സാധാ ജീരകമാണ്. അപ്പോൾ ആ ജീരകമാണ് ഇന്നത്തെ ചതച്ചേക്കുന്നത്. ജീരകവും അതുപോലെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ഞാൻ 2 സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ തൈരാണ്, നല്ല തൈര്, പുളിയുള്ള തൈരാണ്. അപ്പം കുറച്ച് പുളിയുള്ള തൈര് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പുളി പിഴിഞ്ഞും വെച്ചിട്ടുണ്ട്, 2ഉം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചേമ്പും കൂടെ വെന്തതിന് ശേഷം ബാക്കി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് വാളംപുളിയാണ്, പ്രത്യേകം നോക്കുക, കുടംപുളിയല്ല. ഇത് വാളംപുളിയാണ് ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ നമ്മളിപ്പോൾ കൊടുത്ത ചേമ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരുന്ന പുളി ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്, കുടംപുളിയല്ല വാളംപുളിയാണ്. ഒരല്പം വാളംപുളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാൻ പോകുന്നു. ഓക്കെ. ഞാനത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാളംപുളി ചേർത്ത് കൊടുത്തു. അത് ഒരു 2 മിനിറ്റ് നന്നായി കഴിയുമ്പം നമുക്കിതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ ഞാൻ 2ഉം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. വീണ്ടും നല്ല രുചിയാണ് കേട്ടോ. ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കാത്തവർ അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് പുളി ചേർത്ത് കൊടുത്തു. അത് കുറച്ച് നേരമായി. ഇനി ഇതിലേക്ക് ഞാൻ തൈര്, നല്ല കട്ട തൈരുണ്ടെങ്കിൽ നിങ്ങളതെടുക്കുക. അപ്പം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലൊരു തവിയാണെങ്കിൽ ഒരു തവി ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഇച്ചിരി കട്ട അല്ലാത്ത ലൂസായിട്ടുള്ളതാണ്. ഞാൻ എന്തായാലും അത് ചേർത്ത് കൊടുത്തു. അപ്പം പുളിയും ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പം തൈരിൻ്റെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി വേറൊരു കാര്യം കൂടെ എല്ലാവരോടും പറയാം. ഇനിയും ഈ തേങ്ങ ഇതുപോലെ ചതച്ച് വെക്കുമ്പോൾ ചിലർ കുഞ്ഞുള്ളി ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചേർക്കുന്നവർ അത് ചേർത്ത് കൊടുക്കുക. അപ്പം അതല്ലാത്തവർ അല്ലാതെ ഉണ്ടാക്കുക. ഇപ്പോൾ ഇവിടെ അത് ചേർത്തിട്ടില്ല. അല്ലാതെ ചേർക്കുന്നവർ അങ്ങനെ ചേർത്ത് എടുത്തോളൂ. ഇപ്പം ആ സമയത്ത് അതൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഇവിടെ അല്ലാതെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് തിളച്ച് കഴിയുമ്പം നമ്മൾ ഈ തേങ്ങയുടെ അരപ്പ് ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ചതച്ച് വെച്ചത് ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ടുള്ള അത് ചേർത്ത് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ
വെച്ചിരിക്കുന്നതാണ് ചേർക്കുന്നത്. മുഴുവൻ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ നിന്ന് തീയൊന്ന് നമ്മൾ ഇച്ചിരി കുറച്ചിടുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ ഇതും ഒക്കെ എന്നാൽ അവിയലിന് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചേർക്കുമ്പോൾ എല്ലാവരും ഓർക്കുക, വെള്ളം ഒഴിക്കുമ്പോൾ കഷ്ണം വേഗം നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചാൽ ഇതൊന്ന് വല്ലാതെ കലങ്ങിപ്പോവും. അവിയലല്ലേ, അപ്പോൾ അവിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അവിയൽ അതായത് ഒത്തിരി അങ്ങനെ ആവുകയും ചെയ്തു. അതുപോലെ കഴിയുന്ന കഷ്ണങ്ങൾ ഒത്തിരി ഒന്നും ചേർക്കാൻ കൊടുക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. ആവശ്യത്തിന് മാത്രം ചേർക്കുക. തേങ്ങ ചേർത്ത് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതൊന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആകാനായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒത്തിരി ഇളക്കുകയും ചെയ്യരുത് അവിയലിന്. അതും കൂടെ ഇളക്കുമ്പോൾ അടി ചേർത്ത് ഇളക്കി കൊടുക്കുകയും വേണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ എന്ത് ഇവിടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരിത്തിരി വെള്ളമയായിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം കൊച്ചു കുട്ടികളുള്ളടത്ത് ഈ കൂട്ടാനൊക്കെ കൂട്ടാൻ മടിയുള്ളവർക്ക് നമ്മൾ ഈ അവിയലിൻ്റെ ഇച്ചിരി വെള്ളത്തോടു കൂടി എടുത്ത് വെച്ച് അവർക്ക് ചോറിനകത്ത് പുരട്ടി കൊടുക്കുകയാണ്. അവർ ചോറ് മുഴുവൻ കഴിച്ചോളും കേട്ടോ. അപ്പം വലിയ എരിവില്ലാതെ നല്ല രീതിയിൽ ഒത്തിരി എരിവോടുകൂടിയ കൈ ഉണ്ടാക്കാം. ഇവിടെ ആണെങ്കിൽ എരിവ് മോന് വേണ്ട ഒത്തിരി. അപ്പം ഞാനിവിടെ ആവശ്യത്തിന് എരിവ് വെച്ചിട്ടുള്ളൂ. അപ്പം ഇത് കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ ഈ ഒരു പരുവത്തിൽ ഞാൻ ഓഫാക്കും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് തോർന്നിരിക്കണം എന്നുള്ളവർ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഓഫാക്കിയാൽ മതി. അപ്പോൾ കൊച്ചു കുട്ടികളുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വെയിൽ നന്നായിട്ട് തോർന്നിരിക്കുക. അപ്പം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ടു, ഇളക്കി തട്ടിപ്പൊത്തി വെക്കുവാണ്. പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. ഓൾറെഡി നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് മതി നമ്മൾ അവസാനം ഒഴിക്കുമ്പോൾ. അവിയലിനൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ വേണം. ഒന്ന് തട്ടിപ്പൊത്തി വെച്ചു. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് അവിയൽ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നല്ല ടേസ്റ്റാണ്. അതുപോലെ കുഞ്ഞുള്ളി ഇടുന്നവർക്ക് തേങ്ങ ചതയ്ക്കുമ്പോൾ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല. അത് അങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്തായാലും രണ്ടാണേലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇത്